എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നേറ്റു പറഞ്ഞു ധീരമായ രക്തസാക്ഷിത്വം വരിച്ച തോമസ് ലീഹ എന്ന മഹാത്യാഗിയുടെ സംഭവബഹുലമായ ജീവിതകഥ. ക്രിസ്തുവർഷം 52, 1974 വർഷങ്ങൾക്കപ്പുറം ക്രിസ്തു സന്ദേശവുമായി കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി അനേകായിരങ്ങളെ ക്രിസ്തു മാർഗത്തിലേക്ക് നയിച്ച ആ മഹാത്യാഗിയുടെ നിണമണിഞ്ഞ വഴിയിലൂടെ വിശ്വാസത്തിൻ്റെ വിളക്കുമായി ഒരു യാത്ര. കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അൾത്താര ബാലന്മാർ സവിനയം അവതരിപ്പിക്കുന്നു വിശ്വാസത്തിൻ്റെ വഴിവിളക്ക്. തോമസ്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടിനെന്ന പോലെ ഞാൻ നിന്നെ അയക്കുന്നു. നീ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം അറിയിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിന്റെ സ്നേഹ സന്ദേശവുമായി അതിരുകൾ താണ്ടി ഞാനിതാ പോകുന്നു. വരൂ കൂട്ടരെ, നല്ല ഇനം കുരുമുളക് വാങ്ങിച്ചുകൊണ്ട് പോകുവിൻ. കൂട്ടരെ, ഇങ്ങോട്ട് വരുവിൻ, നല്ല ഇനം ഏലം വാങ്ങുവിൻ, ഇത് മുന്തിയ ഇനമാണ്, വാങ്ങിക്കൊണ്ട് പോകുവിൻ. വരുവിൻ, നല്ല നാളികേരം വാങ്ങുവിൻ, വാങ്ങിക്കൊണ്ട് പോകുവിൻ. നീ എന്തിനാണ് നിന്റെ കുട്ട ഇങ്ങോട്ട് നീക്കി വെക്കുന്നത്? ഇത് ഞാൻ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൂടെ? ഇത് എല്ലാവരുടെയും തുറയാണ്. ഇവിടെ കച്ചവടം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കൂട്ടരെ, നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ഇവിടെ നമുക്ക് എല്ലാവർക്കും കച്ചവടം ചെയ്തുകൂടെ? അതാരാണ് വരുന്നത്? ഇയാൾ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഏതോ പുറം നാട്ടുകാരനാണെന്ന് തോന്നുന്നു. ഏതാണെങ്കിലും നല്ലൊരു കച്ചവടത്തിനുള്ള കോളത്തിട്ടുണ്ട്. ആരാണ് കച്ചവടം ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. എന്റെ പേര് ഈ മനോഹര ദേശത്ത് എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. കടലുകൾ താണ്ടി ഞാനിവിടെ എത്തിച്ചേർന്നത് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വ്യക്തിജീവന്റെയും സന്ദേശവുമായാണ്. അങ്ങ് ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്റെ പേര് തോമസ്. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യേശു? ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേവന്മാരുണ്ട്, പിന്നെ എന്തിനാണ് വേറൊരു ദൈവം? നോക്കൂ ജനമേ, ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളുടെയും സൃഷ്ടാവാണ് ദൈവം. ആ ദൈവത്തിന്റെ ഏകപുത്രനാണ് യേശു. അവൻ സ്നേഹമാണ്, സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ്. നീ പറയുന്നതൊന്നും തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ ദൈവത്തെ സ്വീകരിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശുവിൽ വിശ്വസിക്കുക, സ്നാനം സ്വീകരിക്കുക, ഒരു പുതിയ മനുഷ്യനായി തീരുക. എന്താ ഇവിടെ നടക്കണേ? തിരുമേനി, ഏതോ പരദേശിയാണെന്ന് തോന്നുന്നു. എന്താ നടക്കണത്? അന്യമതം പ്രചരിപ്പിക്കേ? അവിടെ നടക്കില്ല. അയ്യോ എന്റെ മോനെ, എന്റെ പൊന്നു മോനെ, നീ അപ്പനെ വിട്ടിട്ട് പോയല്ലോടാ. ഇനി അപ്പൻ ആരുണ്ടടാ? അയ്യോ മോനെ, എന്റെ ദൈവങ്ങളെ, ഇനി അപ്പൻ ആരുണ്ടടാ മോനെ? അയ്യോ മോനെ. അല്ലയോ മഹാത്മാവേ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ആ മുഖത്ത് ഒരു ദിവ്യ ചൈതന്യം ഞാൻ കാണുന്നു. എൻ്റെ മകനെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ മകനെ രക്ഷിക്കണം. അല്ലയോ പരദേശി, നിന്റെ ദൈവത്തിന് ഇവനെ ജീവിപ്പിക്കാൻ കഴിയുമോ? ഇവനെ ജീവിപ്പിച്ചാൽ ഞങ്ങളെല്ലാം നിന്റെ ദൈവത്തിൽ വിശ്വസിക്കാം. എന്താ പറഞ്ഞേ? മരിച്ചവരെ ജീവിപ്പിക്കേ? അസാധ്യം.
എനിക്ക് നോവൊന്ന് കാണട്ടെ. എന്താ ശങ്കര? എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ലാസറിനെ ഉയർപ്പിച്ചവനെ, വിധവയുടെ മകന് ജീവൻ കൊടുത്തവനെ, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. എന്നിലൂടെ നീ ഈ അത്ഭുതം ചെയ്യണമേ. എന്താണ് ഞാൻ കാണുന്നത്? എന്റെ മകന്റെ ജീവൻ തിരിച്ചു വന്നിരിക്കുന്നു. ദൈവമേ, അച്ഛാ, 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 നോക്ക്, നോക്ക്, അച്ഛാ, എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അച്ഛാ, ഇവന്റെ ദൈവം സത്യമാണ്. ഇവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്റെ മകന് ജീവൻ തിരിച്ചു നൽകി അങ്ങന്റെ കുടുംബത്തെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഈ തുറ മുഴുവനും അങ്ങയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കൊടുങ്ങല്ലൂരും പാലയൂരും കോട്ടക്കാവും കോക്കമംഗലത്തും നിരണത്തും നിലയ്ക്കലും കൊല്ലത്തും നിരവധി കുടുംബങ്ങൾ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനം കൈക്കൊണ്ടു. ഇത് സവർണ വിഭാഗങ്ങളുടെ ഇടയിൽ ശക്തമായ എതിർപ്പിന് കാരണമായി. അവർ പലയിടങ്ങളിലും സംഘം ചേർന്ന് ആലോചനകൾ നടത്തി. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി ഒരു നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എന്ത് തീരുമാനം? ഇനി വേറൊരു തീരുമാനമില്ല. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കണു. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ സഭ ഒരു തീരുമാനം എടുക്കണം. അതാ നിയമം. അത് ഇവിടുത്തെ നിയമം. വ്യക്തിപരമായി തീരുമാനമെടുക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ലാന്നോ? എന്താ ഇവിടുത്തെ പ്രശ്നം? മതം മാറ്റം. അതെന്നെ ഇവിടുത്തെ പ്രശ്നം. മതം മാറ്റം? അങ്ങനെ തെളിച്ചു പറയാ. ഞാൻ പറയാം. തോമസ് എന്നൊരു വിദേശി നമ്മുടെ നാട്ടിൽ വന്നിരിക്കണു. ആ ഏഭ്യൻ നാട്ടിലുള്ള ബ്രാഹ്മണരെ മുഴുവൻ മതം മാറ്റണോ? അത്ര തന്നെ. ബ്രാഹ്മണരെ മാത്രമല്ല, ഈ ജാതിക്കാരെയും മതം മാറ്റണുണ്ട്. ആ കുംഭൻ അങ്ങനെ അങ്ങോട്ട് അധിക്ഷേപിക്കാൻ വരട്ടെ. ഈ മതം മാറിയെന്ന് പറയുന്നവര് സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയവരാണ്. അദ്ദേഹം ആരെയും നിർബന്ധിച്ചിട്ടില്ല. സംശയം ഉണ്ടാച്ചാൽ അവരോട് തന്നെ ചോദിക്കാലോ. അദ്ദേഹം ഒരു പുതിയ മാർഗം പറഞ്ഞു തന്നിരിക്കണു. ക്രിസ്തു മാർഗം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. താല്പര്യമുള്ളവർക്ക് അദ്ദേഹം സ്നാനം നൽകി. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ വിദ്വാൻ പല കച്ചവടവും നടത്തുന്നുണ്ടോ? ഇല്ല. കച്ചവടം നടത്തുന്നില്ലാച്ച പിന്നെ എന്തിനാ ആ വിദ്വാൻ ഇങ്ങോട്ട് വന്നത്? അദ്ദേഹം ഒരു ശില്പിയാണ്. രാജാവിന് കൊട്ടാരം പണിയാൻ വന്നതാ. ശുദ്ധ സംബന്ധം. ആ ഏപ്പിനെ കുറിച്ച് നന്നായി പഠിച്ചിരുന്നു. ഇവിടെ പാലൂര് മാത്രമല്ല, കൊടുങ്ങല്ലൂരും കോട്ടക്കാവും നിരണത്തും കൊല്ലത്തും കോക്കമംഗലത്തും വരെ മതമാറ്റം തകൃതിയായിട്ട് നടന്നു. അങ്ങനെ അദ്ദേഹം ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ കുറിച്ചോ? ഏത് ദൈവം? യേശുക്രിസ്തു. യേശുക്രിസ്തുവോ? അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് നോം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദൈവമുണ്ട്. മനുഷ്യർക്ക് വേണ്ടി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അത് കെട്ടുകഥയാണെങ്കിലോ? നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിൽ നോമൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അല്ല, അത് പിന്നെ അദ്ദേഹം വലിയ അത്ഭുതങ്ങൾ ചെയ്തിരിക്കണു. നമ്മുടെ ചന്തയിൽ വെച്ച് മരിച്ച ഒരാളെ അദ്ദേഹം ജീവിപ്പിച്ചിരിക്കണു. അതിന് നോം സാക്ഷിയാണ്. പിന്നെ
പാലയൂരിലെ അമ്പലക്കുളത്തിലെ വെള്ളം മുകളിലേക്ക് എറിഞ്ഞ് വായിൽ നിർത്തിയിരിക്കണു. ആവൂ. ശിവ ശിവ, നേരാണോ മോമി കേൾക്കണത്? ഏയ്, അത് വെറും കെട്ടുകഥയാണ് അമ്മേ. ആ ഏഭ്യൻ അശുദ്ധാക്കിയ കുളത്തിൽ നോമിനി കുളിക്കില്ല. ആ ശുംഭനെ കൊണ്ടുള്ള ശല്യം അല്ലാതെ കൂടിയിരിക്കുന്നു. അവൻ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള കാര്യം ഉടനെ ചെയ്യണം. നോം അതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. എന്തേ? പിന്നെ ഒരു കാര്യം കൂടി, എന്തേ? ഈ ക്രിസ്തു ദൈവത്തിൽ വിശ്വസിച്ച് മാറ്റം കൂടിയിരിക്കണ പകലോമറ്റം ശങ്കരപിടി കൂട്ടക്കാരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കണം. അത്ര തന്നെ. നോം അതിനെ കുറിച്ചും ഒന്ന് ആലോചിക്കട്ടെ. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അമ്മാത്തൊന്ന് കയറണേ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ? അതെ അമ്മേ, സത്യം തന്നെ. എന്താണെന്ന് അറിയില്ല. ഇപ്പൊ നമുക്കും ഒരാഗ്രഹം. നിങ്ങൾ ഈ പറഞ്ഞ യേശുക്രിസ്തു എന്ന ദൈവത്തെ ഒന്ന് അറിയാൻ. വിശ്വാസത്തിന്റെ അടിത്തറ പാകി തോമസ് ലീഹ മൈലാപ്പൂരിലേക്ക് യാത്രയായി. തോമസ് ലീഹ അഴിച്ചുവിട്ട വിശ്വാസ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ ജാതി കോമരങ്ങൾ തോമസ് ലീഹയെ പിന്തുടർന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ കുലം, സമുദായം എല്ലാം നശിക്കാൻ പോകുന്നു. ഇത് അനുവദിച്ചുകൂടാ. ആ ശുംഭനെ വകവരുത്തുക തന്നെ വേണം. അവനിപ്പോ മൈലാപ്പൂരിലേക്ക് പോയെന്നൊരു സൂടിയുണ്ട്. എന്നാ കാര്യങ്ങൾ എളുപ്പമായി. അവിടെ പോയി പറയണം. എന്റെ ദൈവമേ, എന്റെ നാഥ, മലയാളക്കരയിൽ ഞാൻ നിനക്കായി ഒട്ടേറെ ഭവനങ്ങൾ നിർമ്മിച്ചു. ഇപ്പോൾ ഇതാ ഈ മൈലാപ്പൂരിലും എത്തിയിരിക്കുന്നു. നിന്റെ സ്നേഹത്തിന്റെ സന്ദേശം ഞാൻ ഇന്ത്യയിൽ പറിച്ചു നടും, നീ അനുവദിച്ച. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിനക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ നീ എന്നെ തിരഞ്ഞെടുത്തതിൽ അങ്ങയുടെ ദാസനായ ഞാൻ സന്തോഷിക്കുന്നു. നീ എനിക്ക് തന്ന സ്നേഹത്തിന്റെ സന്ദേശം എന്നാലാവും വിധം ഞാൻ ഈ മനുഷ്യർക്ക് നൽകി. നീയാണല്ലോ കർത്താവേ എന്നിലൂടെ എല്ലാം ചെയ്തത്. ഗുരു നാഥ, എന്റെ ആത്മാവിനെ സ്വീകരിച്ചാലും. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്നുറക്കെ വിളിച്ചു പറഞ്ഞ് ക്രിസ്തു സന്ദേശവുമായി കടലുകൾ താണ്ടി ഭാരതഭൂവിലെത്തിയ തോമസ് ലീഹ വിശ്വാസത്തെ പ്രതിയുള്ള തന്റെ ധീരമായ രക്തസാക്ഷിത്വത്തിലൂടെ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃക നമുക്ക് നൽകി. തോമസ് ലീഹ തെളിച്ചു തന്ന വിശ്വാസത്തിന്റെ വെളിച്ചം തലമുറകൾ കൈമാറി ഇന്ന് നമ്മളിലെത്തിയിരിക്കുന്നു. ആ വിശ്വാസത്തിൽ നമുക്കും ജീവിക്കാം, നമുക്കും പങ്കുവയ്ക്കാം. അങ്ങനെ നമുക്കും ഉത്തമ ക്രൈസ്തവരാകാം. നന്ദി.